ദൈവനാഥത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നോർത്ത് കേരള സെക്ഷൻ്റെ ശാബ സ്കൂൾ പഠനത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നാം രണ്ടാമത്തെ ക്വാർട്ടറിലേക്ക് 2024 രണ്ടാമത്തെ ക്വാർട്ടറിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മുടെ പാഠത്തിൻ്റെ തലവാചകം വൻ വിവാദം എന്നതാണ്. ഈ ക്വാർട്ടറിൽ നമ്മൾ വൻ വിവാദത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ പാഠത്തിൻ്റെ തലവാചകം എല്ലാ യുദ്ധങ്ങൾക്കും പിന്നിലെ യുദ്ധം. നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാം പഠിക്കുന്നത് വൻ വിവാദത്തെക്കുറിച്ചാണ്. ഈ വൻ വിവാദം എന്ന വാക്ക് നാം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ എന്തോ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്. എന്തോ ഒരു യുദ്ധത്തിൻ്റെ ഒരു ശ്രുതിയും ഒരു യുദ്ധത്തിൻ്റെ ഒരു അന്തരീക്ഷവും അവിടെ നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായും അതൊരു യുദ്ധം തന്നെയാണ്. നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധം. ഈ വൻ പോരാട്ടത്തിൻ്റെ കഥയാണ് നാം ഈ ക്വാർട്ടറിലുടനീളം പഠിക്കുന്നത്. ഇത് നമ്മെ എഴുതി അറിയിക്കുന്നതും നമുക്ക് ആ പാഠങ്ങൾ തയ്യാറാക്കിയതും പ്രാസംഗികനായ മാർക്ക് ഫിൻലെ അവറുകളാണ്. അദ്ദേഹം നമുക്ക് വേണ്ടി ഈ പാഠങ്ങൾ തയ്യാറാക്കിയിരിക്കുമ്പോൾ നമുക്ക് ശ്രദ്ധയോടെ ഈ പാഠങ്ങൾ പഠിക്കാം. ക്രിസ്തുവിൻ്റെ വരവിനായി ഒരുങ്ങാം. നന്മയും തിന്മയുമുള്ള ഈ ലോകത്ത് എപ്പോഴും നന്മയോടൊപ്പം നമുക്ക് നിൽക്കാം. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ പാഠം, എല്ലാ യുദ്ധങ്ങൾക്കും പിന്നിലെ യുദ്ധം. നമുക്ക് ഇന്നത്തെ പാഠത്തിൻ്റെ ആധാരവാക്യമായി തന്നിരിക്കുന്നത് വെളിപ്പാടിൻ്റെ പ്രവചനം 12-ാം അധ്യായം അതിൻ്റെ 7-ഉം 8-ഉം വാക്യങ്ങൾ. വെളിപ്പാട് 12-ൻ്റെ 7-ഉം 8-ഉം. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മീഖായേലും അവൻ്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. തൻ്റെ ദൂതന്മാരുമായ മഹാസർപ്പം പടവെട്ടി വിജയിച്ചില്ലതാനും. സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. നാം ഇവിടെ കാണുന്നത് സ്വർഗത്തിൽ യുദ്ധം. നാം ചിലപ്പോൾ ചിന്തിക്കും, എന്താണ് സ്വർഗമെന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നവുമില്ലാതെ സമാധാനത്തോടെ നമുക്ക് ജീവിക്കുവാൻ സാധിക്കുന്ന ഒരു ഇടമാണ് ശരിക്കും സ്വർഗം. എന്നാൽ ഈ സ്വർഗത്തിൽ എങ്ങനെയാണ് യുദ്ധമുണ്ടാകുന്നത്? അത് പലപ്പോഴും നമ്മെ അലട്ടിയ പ്രശ്നമായിരിക്കാം. ഇവിടെ സ്വർഗത്തിൽ യുദ്ധം എന്ന് പറയുമ്പോൾ ദൈവം അവിടെ പൂർണ്ണമായ സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു. സ്വർഗത്തിൽ ആരെല്ലാം ഉണ്ട്? പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മ ദൈവം, ഇവരെല്ലാവരും ഒന്നാണെങ്കിൽ തന്നെ അവരവിടെ ഉണ്ട്. അതുപോലെ തന്നെ അനേകമായ ദൂതന്മാരുണ്ട്. ഈ ദൂതന്മാരെല്ലാവരും വസിക്കുന്ന ഈ സ്വർഗത്തിൽ എങ്ങനെയാണ് പാപം കടന്നു വന്നത്? എങ്ങനെയാണ് അവിടെ ഒരു യുദ്ധമുണ്ടായത്? ശരിക്കും അവിടെ ഒരു യുദ്ധം നടന്നോ? നാം ഇവിടെ ലോകപരമായി നാം ചിന്തിക്കുമ്പോൾ പടക്കോപ്പുകൾ, പീരങ്കിയും തോക്കുകളും അതുപോലെയുള്ള ബോംബ്, യുദ്ധസാമഗ്രികൾ, പണ്ടാണെങ്കിൽ അമ്പും വില്ലും വാളും പരിചയും ആനയും രഥവും ഒക്കെയുള്ള അങ്ങനെയുള്ള യുദ്ധമാണോ നടന്നത്? അതോ ആശയപരമായ യുദ്ധമാണോ നടന്നത്? ഇതിനെല്ലാം കുറിച്ച് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ എന്തുകൊണ്ട് അവിടെ പാപം കടന്നു വന്നു, എന്തുകൊണ്ട് തിന്മ അവിടേക്ക് കടന്നു വന്നു എന്നതിനെക്കുറിച്ചും നമുക്ക് പഠിക്കുവാൻ സാധിക്കും. ഈ തിന്മ കടന്നു വരുവാനുള്ള ഒരു കാരണം ഇവിടെ പറയുന്നു. കാരണം തിരഞ്ഞെടുപ്പിൻ്റെ സ്വാതന്ത്ര്യം ദൈവം അവർക്ക് കൊടുത്തിരുന്നു. എപ്പോഴായാലും മനുഷ്യർക്കായാലും സ്വർഗത്തിലായാലും ദൈവം അത് കൊടുത്തിരുന്നു. ഒരിക്കലും തിരഞ്ഞെടുപ്പിൻ്റെ ആ സ്വാതന്ത്ര്യം ഇല്ലാതിരിക്കുവാൻ ദൈവം അനുവദിച്ചില്ല. എല്ലാവർക്കും അവരുടേതായ സ്വാതന്ത്ര്യം ദൈവം കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പാപം അവിടെ കടന്നു വന്നതും സാത്താൻ അവിടെ ദൈവത്തെക്കാൾ ഉയരെ ആയിത്തീരണം എന്നുള്ള ആഗ്രഹം അവിടെ പ്രകടിപ്പിച്ചതും. അങ്ങനെയാണ് ശരിക്കും അവിടെ യുദ്ധം ഉണ്ടാകുന്നത്. നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാം. ഈ യുദ്ധം എന്ന് നമ്മൾ കേൾക്കുമ്പോൾ ദൈവത്തിന് സ്നേഹമില്ലയോ എന്ന് നാം ചിലപ്പോൾ ഒരു നിമിഷം തോന്നും. കാരണം അവിടെ യുദ്ധം ഉണ്ടാവണമെങ്കിൽ ഒരു ഭാഗത്ത് സ്നേഹമുണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും അവിടെ യുദ്ധം ഉണ്ടാകില്ല എന്നൊരു ചിന്ത നമുക്ക് വരും. ആ മഹത്തായ സ്നേഹം എന്തായിരുന്നുവെന്നും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം എത്രയായിരുന്നുവെന്നും നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും.
അങ്ങനെയുള്ള ആ സ്നേഹത്തിൻ്റെ ആ ആഴവും ആ അളവും വീതിയും നീളവും എല്ലാം തന്നെ നമുക്ക് ഈ പാഠത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ പാഠത്തിൽ നമ്മോടൊപ്പം ആയിരിക്കുക. നാം ഇനി ഞായറാഴ്ചത്തെ പാഠത്തിലേക്ക് കടക്കുന്നു. ഞായറാഴ്ചത്തെ പാഠത്തിൻ്റെ തലവാചകം സ്വർഗത്തിൽ യുദ്ധം. നാം നേരത്തെ വായിച്ചു വെളിപ്പാട് 12:7 മുതൽ 9 വരെയുള്ള വാക്യം. 7ഉം 8ഉം നമ്മൾ മനപ്പാഠവാക്യത്തിൽ പഠിച്ചു. ഇതിൽ 7 മുതൽ 9 വരെ നാം നോക്കുമ്പോൾ അവിടെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന സ്വാതന്ത്ര്യത്തെക്കുറിച്ചും തിന്മയുടെ ഉത്ഭവത്തെക്കുറിച്ചും നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം അവിടെ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മീഖായേലും അവൻ്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. അപ്പോൾ അവിടെ ഒരു യുദ്ധമുണ്ടായ കാര്യം പറയുന്നു. പിന്നെ മീഖായേലും അവൻ്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി എന്ന് പറയുന്നു. ഇവിടെ യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത്, വെളിപ്പാടുകാരനായ യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത്, അതായത് സാദൃശീകരിച്ചിരിക്കുന്നത് സാത്താനെ ഒരു മഹാസർപ്പത്തോടാണ്. ഈ മഹാസർപ്പം അതിൻ്റെ ദൂതന്മാരും മീഖായേലിനോട് പടവെട്ടുകയാണ്. തൻ്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി, മഹാസർപ്പത്തോട് പടവെട്ടുകയും, പക്ഷേ മഹാസർപ്പത്തോട് പടവെട്ടിയെങ്കിലും വിജയിക്കുവാൻ സാധിച്ചില്ല. അങ്ങനെ സ്വർഗത്തിൽ നിന്ന് അവരെ പുറത്താക്കുകയാണ്. സ്വർഗത്തിൽ നിന്ന് ഈ ദൂതന്മാരെയും അവനോടുകൂടെ 1/3 ദൂതന്മാർ ആണ് ഈ സാത്താൻ്റെ പക്ഷം ചേർന്നത്. ആ 1/3 ദൂതന്മാരോടുകൂടി സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുകയാണ്. അങ്ങനെ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല എന്ന് പറയുന്നു. നന്മയും തിന്മയും തമ്മിലുള്ള ഒരു പ്രാപഞ്ചിക സംഘട്ടനത്തെയാണ് ഈ വാക്യങ്ങൾ വിവരിക്കുന്നത്. സാത്താനും അവൻ്റെ ദൂതന്മാരും യേശു ക്രിസ്തുവിനെതിരെ യുദ്ധം ചെയ്തു. ഇവിടെ പറഞ്ഞിരിക്കുന്ന മഹാസർപ്പം എന്ന് പറയുന്നത് സാത്താനാണ്. അതുപോലെ തന്നെ മീഖായേൽ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. ഈ യേശു ക്രിസ്തുവിനോട് ഈ മഹാസർപ്പമായ സാത്താൻ യുദ്ധം ചെയ്തു. സ്നേഹനിധിയായ ദൈവത്തിന് എങ്ങനെയാണ് ഈ പൈശാചികനായ ഈ സാത്താനെ സൃഷ്ടിക്കുവാൻ സാധിച്ചത്? പൈശാചികനായ ഈ സാത്താനെ സൃഷ്ടിച്ചുവോ? അതൊക്കെ നമുക്ക് സംശയം ആ സാഹചര്യത്തിൽ വരുവാൻ ഇടയാകും. നമുക്ക് ഒരു വാക്യം വായിക്കാം. യെഹെസ്കേൽ 28:12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ സാത്താനെ സൃഷ്ടിച്ചപ്പോൾ എങ്ങനെയാണ് ദൈവം സാത്താനെ സൃഷ്ടിച്ചത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. 28:12 മുതൽ 15 വരെ ഉള്ള വാക്യങ്ങൾ. മനുഷ്യപുത്ര, നീ സോർ രാജാവിനെക്കുറിച്ച് ഒരു വിലാപം തുടങ്ങി അവനോട് പറയേണ്ടത്: യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ മാതൃകാമുദ്രയാകുന്നു. നീ ജ്ഞാനസമ്പൂർണനും സൗന്ദര്യപൂർണനും തന്നെ. നീ ദൈവത്തിൻ്റെ തോട്ടമായ ഏദനിലായിരുന്നു. താമർമണി, പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം മുതലായ സകല രത്നങ്ങളും നിന്നെ മൂടിയിരിക്കുന്നു. നിന്നെ തീർത്ത നാളിൽ നിന്നിലുള്ള തടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. നീ ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂബാകുന്നു. ഞാൻ നിന്നെ വിശുദ്ധ വേദപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ സഞ്ചരിച്ചു പോന്നു. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് സ്വർഗത്തിൽ സാത്താൻ മായി മാറിയ ലൂസിഫറിനെ സൃഷ്ടിച്ച സമയത്തുള്ള ആ ലൂസിഫറിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നവരത്നങ്ങൾ കൊണ്ടാണ് സാത്താനെ ലൂസിഫറിനെ സൃഷ്ടിച്ചത്. അതുപോലെ തന്നെ സ്വർണ്ണ ചിറകുകളുണ്ടായിരുന്നു. ആ സമാഗമന കൂടാരത്തിലെ പെട്ടകത്തിലെ കൃപാസനത്തിൽ മറയ്ക്കുന്ന കെരൂബായിരുന്നു ഈ ലൂസിഫർ. എന്നാൽ പിന്നെ പാപം അവൻ്റെ ഉള്ളിൽ നിറയുന്നു. അതായത് അഹങ്കാരവും അസൂയയും അവൻ്റെ ഉള്ളിൽ നിറയുന്ന സാഹചര്യത്തിൽ പാപം കടന്നു വരികയും അങ്ങനെ ആ പാപം ഒരു കലാപമായി മാറുകയും ചെയ്യുന്നു.
നമുക്ക് യെശയ്യാവ് 14 അധ്യായം അതിൻ്റെ 12 മുതൽ 14 വരെയുള്ള വാക്യം നാം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം കാണുന്നു: അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്തു നിന്ന് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റു നിലത്തു വീണു? ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകുമെന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. ഇത് പാപം അവൻ്റെ ഉള്ളിൽ വന്നതിന് ശേഷമുള്ള അവസ്ഥയാണ്. ശരിക്കും ഈ അഹങ്കാരവും അസൂയയും കൊണ്ട് പാപം അവൻ്റെ ഉള്ളിൽ നിറഞ്ഞപ്പോൾ അവൻ്റെ ഉള്ളിൽ അതൊരു കലാപമായി മാറുകയും അങ്ങനെ ദൈവത്തിൻ്റെ സിംഹാസനം തട്ടിയെടുക്കുവാൻ അവൻ ശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ ചിന്തിക്കുവാൻ അവൻ പ്രേരിതനായി എങ്ങനെയെങ്കിലും ആ സിംഹാസനം തട്ടിയെടുക്കണം. എന്നാൽ ഈ സാഹചര്യത്തിലും ദൈവം ഒരു അവസരം സാത്താന് കൊടുക്കുന്നുണ്ട്, മാനസാന്തരപ്പെടുവാനുള്ള അവസരം. അവന് കൽപ്പനകൾ കാണിച്ചു കൊടുക്കുന്നു, അവന് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ദൈവത്തെ അനുസരിച്ച്, സൃഷ്ടാവായ ദൈവമാണ്, ആ സൃഷ്ടാവായ ദൈവത്തെ നാം അനുസരിച്ച് ദൈവത്തെ ആരാധിക്കേണ്ടതാണ് എന്ന് കാണിച്ചു കൊടുക്കുന്നു. എന്നാൽ അതൊന്നും സാത്താൻ അപ്പോൾ മനസ്സിലാകുന്നില്ല. സാത്താൻ വീണ്ടും വീണ്ടും മറ്റുള്ള മാലാഖമാരെയും കൂടി സ്വാധീനിക്കാനുള്ള ശ്രമത്തിലാണ് സാത്താൻ. അങ്ങനെ അവൻ മുന്നോട്ട് പോകുന്നു. ഒരിക്കലും ആ പാപത്തിൻ്റെ ആ കാഠിന്യം അവന് മനസ്സിലായില്ല. അങ്ങനെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ അവൻ 1/3 ദൂതന്മാരെ, ഈ ദൂതന്മാരിൽ 1/3 പേരെ അവൻ സ്വാധീനം ചെലുത്തി അവൻ്റെ പക്ഷത്താക്കുന്നു. നാമും ഈ ലോകത്തിലായിരിക്കുമ്പോൾ പലതരത്തിലുള്ള തിന്മകൾ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നു. എന്നാൽ ഈ തിന്മകൾ നമ്മുടെ മുന്നിൽ കടന്നു വരുമ്പോൾ ഇവിടെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു: തിന്മയെ കൈകാര്യം ചെയ്യുന്നതിലെ ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് പാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ കഴിയും? തിന്മ തീർച്ചയായും സ്വർഗത്തിൽ വന്നപ്പോൾ ദൈവം ഒരിക്കലും അതിനെ അനുകൂലിച്ചില്ല. ആ വിശുദ്ധമായ സ്വർഗത്തിൽ തിന്മയെ കടത്തുവാൻ ഒരിക്കലും ദൈവം അനുവദിച്ചില്ല. തിന്മയെ എതിർക്കുക തന്നെ ചെയ്തു. അതുകൊണ്ട് തന്നെ നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ എപ്പോഴായാലും തിന്മ നാം കാണുമ്പോൾ അത് എതിർക്കേണ്ടത് വളരെ ആവശ്യമാണ്. നമുക്ക് തിങ്കളാഴ്ചത്തെ പാഠത്തിലേക്ക് കടക്കാം. ഇതിൻ്റെ തലവാചകം ലൂസിഫർ വഞ്ചിക്കുന്നു, ക്രിസ്തു വിജയിക്കുന്നു എന്നതാണ്. ഇവിടെ നമുക്ക് ഒരു വാക്യം വായിക്കാം. വെളിപ്പാട് പ്രവചനം 12 അധ്യായം അതിൻ്റെ 4 വാക്യം. അവിടെ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വലിച്ചു കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. പ്രസവിപ്പാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുകളവാൻ മഹാസർപ്പൻ അവളുടെ മുമ്പിൽ നിന്നു. ഇവിടെ നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വർഗത്തിലെ 1/3 ദൂതന്മാരെ അവിടുന്ന് സാത്താൻ വലിച്ചു കൊണ്ടുവന്ന് അവൻ്റെ ആ വാൽ ഉപയോഗിച്ചുകൊണ്ട് 1/3 ദൂതന്മാരെ പാപത്തിൽ ആഴ്ത്തിക്കൊണ്ട് ആ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരുവാനിടയായി തീർന്നു. അവൻ ഈ സ്വർഗം വിട്ട് ഈ 1/3 ദൂതന്മാർ പോകുവാനിടയായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ സാഹചര്യത്തിൽ യുദ്ധം പുറപ്പെടുന്ന ഈ സാഹചര്യത്തിൽ അക്ഷരാർത്ഥത്തിൽ അത് എന്തായിരുന്നുവെന്ന് നാം നേരത്തെ ചിന്തിക്കുകയുണ്ടായി. ഈ 1/3 ദൂതന്മാരെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി കളയുവാൻ വേണ്ടി അത് എന്തായിരുന്നു? അത് തീർച്ചയായും നമ്മൾ ഈ ലോകപരമായി നോക്കുമ്പോൾ പോലെയുള്ള യുദ്ധമാണോ, അതോ അത് ആശയപരമായ യുദ്ധമായിരുന്നോ? ഞാൻ ചിന്തിക്കുമ്പോൾ അത് രണ്ടുമായിരുന്നു. ആശയപരമായ യുദ്ധവും അവിടെ ഉണ്ടായിരുന്നു. തീർച്ചയായും പടക്കോപ്പുകളൊന്നും തന്നെ ഇല്ലായിരുന്നു. പക്ഷേ ആശയപരമായി വളരെയധികം യുദ്ധത്തിലായിരുന്നു അവർ. നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധം. ഒപ്പം തന്നെ ഭൗതികമായി നാം നോക്കുമ്പോൾ ഈ 1/3 ദൂതന്മാരെ തള്ളിക്കളഞ്ഞതുവഴി അവിടെ ഭൗതികമായും ചില കാര്യങ്ങൾ, അവിടെ ചില ഘടകങ്ങൾ അവിടെ ഉണ്ട്. ആ 1/3 ദൂതന്മാരെ ആ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കും. 1/3 ദൂതന്മാരെയും സാത്താനെയും അവിടെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുന്നു. ഇവിടെ തീർച്ചയായും
സാത്താൻ ഉപയോഗിച്ചത് ഒരു ആശയക്കുഴപ്പമാണ്. യേശു അഥവാ ദൈവമാണെന്നും എല്ലാത്തിനും സൃഷ്ടിതാവാണെന്നും എല്ലാവരും വിശ്വസിച്ചിരിക്കുമ്പോൾ അവിടെ ഒരു ആശയക്കുഴപ്പം കൊണ്ടുവരികയാണ്. അല്ല ദൈവമല്ല, ആ സ്ഥാനത്തേക്ക് ഈ ലൂസിഫറിന് വരാൻ എന്താണ് ലൂസിഫറിന് ഒരു കുറവ്? ലൂസിഫറിന് ഒരു കുറവുമില്ല, തീർച്ചയായും ആ സ്ഥാനത്തേക്ക് വരുവാൻ സാധിക്കും എന്നുള്ള ഒരു ആശയക്കുഴപ്പം അവിടെ കൊണ്ടുവരികയും ദൈവം അനീതി പ്രവർത്തിക്കുന്നുവെന്നും അതുപോലെ തന്നെ സംശയങ്ങളും ആരോപണങ്ങളും പലതരത്തിലുള്ള സംശയവും ആരോപണവും ഒക്കെ ദൈവത്തിനെതിരെ കൊണ്ടുവരുന്നു. അതുകൊണ്ട് തന്നെ സാത്താൻ ഈ പാഠത്തിൻ്റെ തലക്കെട്ടിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ലൂസിഫർ വഞ്ചനയാണ് അവിടെ ഉപയോഗിച്ചത്. ഈ 3 ദൂതന്മാരെ അവൻ്റെ പക്ഷത്താക്കുവാൻ വേണ്ടി അവൻ ഉപയോഗിച്ച തന്ത്രം വഞ്ചനയായിരുന്നു. നാം നോക്കുമ്പോൾ തിരഞ്ഞെടുപ്പ്, അത് പാഠത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞു, നമുക്ക് തിരഞ്ഞെടുപ്പിൻ്റെ സ്വാതന്ത്ര്യം നമുക്ക് തന്നിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ അനേക ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതിലൊന്നാണ് ഉൽപ്പത്തി 2-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, അവിടെ ഏദൻ തോട്ടത്തിൽ ദൈവം എല്ലാ തരത്തിലുള്ള വൃക്ഷങ്ങളും ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മറ്റു മരങ്ങളും പൂക്കളും എല്ലാം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ആ തോട്ടത്തിൻ്റെ നടുവിൽ നന്മതിന്മകളുടെ ഒരു വൃക്ഷമുണ്ടായിരുന്നു. നന്മതിന്മകളുടെ അറിവിൻ്റെ വൃക്ഷം ഉണ്ടായിരുന്നു. അതോടൊപ്പം ജീവൻ്റെ വൃക്ഷവും ഉണ്ടായിരുന്നു. എന്നാൽ ഒരു നിർദ്ദേശം അവർക്ക് കൊടുത്തിരുന്നു, നിങ്ങൾ ഈ തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന ഈ അറിവിൻ്റെ വൃക്ഷം, നന്മതിന്മകളുടെ വൃക്ഷം, അതിൻ്റെ ഫലം നിങ്ങൾ കഴിക്കരുത് എന്നൊരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് തിരഞ്ഞെടുക്കാം, അവർക്ക് വേണമെങ്കിൽ കഴിക്കാം, പക്ഷേ കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് ദൈവത്തിൻ്റെ നിർദ്ദേശം. അപ്പോൾ അവിടെ ഒരു തിരഞ്ഞെടുപ്പ്, അവർക്ക് കഴിക്കാതിരിക്കുവാൻ വേണ്ടി അവിടെ വേലി കെട്ടിയിട്ടില്ല, അവിടെ എന്തെങ്കിലും തടസ്സം ദൈവം സൃഷ്ടിച്ചിട്ടില്ല, പക്ഷേ പറഞ്ഞിട്ടുണ്ട് അത് കഴിക്കുവാൻ പാടില്ല എന്നും. അവരുടെ തിരഞ്ഞെടുപ്പിൻ്റെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്താതിരിക്കുവാനാണ് ദൈവം അപ്രകാരം ചെയ്തത്. അതുപോലെ തന്നെ നമ്മൾ പുറപ്പാട് 32-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യം നാം വായിക്കുമ്പോൾ, അവിടെ യഹോവയുടെ പക്ഷത്തേക്ക് വരുവാൻ ആരുണ്ട് എന്നവിടെ മോശ ചോദിക്കുമ്പോൾ ലേവ്യരാണ് പെട്ടെന്ന് ആ പക്ഷത്തേക്ക് കടന്നു വരുന്നത്. അങ്ങനെ അവർ യഹോവയുടെ പക്ഷം വരുവാൻ വേണ്ടി ലേവ്യർ അവിടെ തിരഞ്ഞെടുപ്പ് നടത്തുന്നു. അതുപോലെ തന്നെ യോശുവ 24-ാം അധ്യായം 15-ാം വാക്യത്തിൽ നാം നോക്കുമ്പോൾ യോശുവ പറയുകയാണ്, നിങ്ങൾ ആരെ വേണമെങ്കിലും നിങ്ങൾ ആരാധിച്ചോളൂ, പക്ഷേ ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്നുള്ള ആ വലിയൊരു തീരുമാനം അവിടെ യോശുവ എടുക്കുകയാണ്. അവിടെയും ആ തിരഞ്ഞെടുപ്പ് യോശുവ നടത്തുകയാണ്. അതുപോലെ തന്നെ 1 രാജാക്കന്മാർ 18-ാം അധ്യായം 20-21 വാക്യങ്ങളിൽ നമുക്ക് നോക്കുമ്പോൾ, അവിടെ ആഹാബ് രാജാവ് അവിടെ ബാൽ പ്രവാചകന്മാരെ അടുത്തേക്ക് ആൾക്കാരെ കൂട്ടി വരുത്തുകയാണ്. അവിടെ യാഗപീഠം പണിതുകൊണ്ട്, ഇതാ നിങ്ങൾ യാഗത്തിനായി കടന്നു വരുവീനെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇസ്രായേൽ മക്കളെ കൂട്ടി വരുത്തുകയാണ്. എന്നാൽ കൂട്ടി വരുത്തുന്ന സമയത്ത് അനേകർ കടന്നു വരുന്നു. ഈ കടന്നു വരുന്ന സാഹചര്യത്തിലും ഏലിയാവ് അവിടെ പറയുകയാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളായിരിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് ബാൽ വിഗ്രഹങ്ങളെ നിങ്ങൾ ആരാധിക്കുന്നത്? നിങ്ങൾ എത്രത്തോളം ഇരുതോണിയിൽ കാലുവയ്ക്കും എന്ന് അവിടെ പറയുകയാണ്. അവിടെയും തിരഞ്ഞെടുപ്പിൻ്റെ സ്വാതന്ത്ര്യം അവർക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ വെളിപ്പാട് 22-ാം അധ്യായം 17-ാം വാക്യം നാം നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും, വരിക എന്ന ആത്മാവും മണവാട്ടിയും പറയുന്നു, കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ, ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. ഇവിടെയും തിരഞ്ഞെടുപ്പ് നമുക്ക് തന്നിരിക്കുകയാണ്. അവിടെ നമുക്ക് വരിക എന്ന് പറയട്ടെ, ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ, അവന് ഒരു നിർബന്ധവുമില്ല, നാം ഇച്ഛിക്കുന്നുവെങ്കിൽ വന്ന് നമുക്ക് ജീവജലം സൗജന്യമായി വാങ്ങിക്കുവാൻ സാധിക്കും. ഇവിടെ നമുക്ക് ദൈവം പറഞ്ഞിരിക്കുന്നത്, നമുക്ക് ഈ മനുഷ്യരെ സൃഷ്ടിച്ചത് ശരിക്കും എല്ലാ
സ്വാതന്ത്ര്യത്തോടു കൂടിയാണ്. ബാക്കിയുള്ള ആരെയും സൃഷ്ടിച്ചതുപോലെയല്ല. സ്വന്തം സാദൃശ്യത്തിലും സ്വന്തം സ്വരൂപത്തിലുമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ചിന്തിക്കുവാനും സ്വന്തമായി പ്രവർത്തിക്കുവാനും ധാർമ്മികമായി പ്രവർത്തിക്കുവാനുമുള്ള എല്ലാ കഴിവും ദൈവം മനുഷ്യന് നൽകി. വെറും ഒരു റോബോട്ട് പോലെയല്ല, റോബോട്ടുകളെയല്ല ദൈവം സൃഷ്ടിച്ചത്, മറിച്ച് ഓജസ്സും തേജസ്സുമുള്ള മനുഷ്യരായിട്ടാണ് ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചത്. ഒരിക്കലും മൃഗങ്ങളെപ്പോലെ അല്ല ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചത്. തികച്ചും വ്യത്യസ്തമായി തൻ്റെ സാദൃശ്യത്തിൽ തൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചു. അതുകൊണ്ട് തന്നെ അവരോട് ഒരു പ്രത്യേക സ്നേഹവും ദൈവത്തിനുണ്ടായിരുന്നു. ആ ആഴമായ സ്നേഹത്തിൽ ആയിരുന്നു ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചത്. നാം ഈ പാഠത്തിൻ്റെ അവസാനം നോക്കുമ്പോൾ നമുക്ക് വ്യക്തിപരമായി പലതരത്തിലുള്ള പോരാട്ടങ്ങൾ നമുക്ക് പലപ്പോഴും നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പലപ്പോഴും ഇവിടെ നോക്കുമ്പോൾ നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടം, വഞ്ചന. ഈ സാത്താന് അനേകം ദൂതന്മാരെ വഞ്ചിച്ച്, 1/3 ദൂതന്മാരെ വഞ്ചിച്ച് തൻ്റെ പക്ഷത്താക്കുവാൻ സാധിച്ചു. ദൈവത്തെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറയുകയും സംശയങ്ങളും ആരോപണങ്ങളും പറയുകയും ദൈവം അനീതി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ പക്ഷത്താക്കുവാൻ സാധിച്ചു. അതുപോലെ തന്നെ നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ പലതരത്തിലുള്ള വഞ്ചനകളുമായി സാത്താൻ നമ്മുടെ അടുത്തേക്ക് വരും. എന്നാൽ ആ വഞ്ചനകൾ നാം ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് സത്യമേതാണ്, നന്മ ഏതാണ്, തിന്മ ഏതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ പ്രവർത്തിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ചൊവ്വാഴ്ചത്തെ പാഠത്തിലേക്ക് കടക്കാം. ഭൂമി എന്ന ഗ്രഹം ഉൾപ്പെട്ടിരിക്കുന്നു. നമുക്കറിയാം, ദൈവം ഭൂമിയെ സൃഷ്ടിച്ചത് വളരെ പൂർണ്ണമായിട്ടാണ്. കാരണം ഓരോ സൃഷ്ടിയും ദൈവം കഴിയുമ്പോൾ അത് നല്ലതെന്ന് കണ്ടു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. താൻ ഇവിടെ ഉൽപ്പത്തി 1:33 വാക്യത്തിൽ പറയുന്നു, താൻ ഉണ്ടാക്കിയതിനൊക്കെയും ദൈവം നോക്കി അത് എത്രയും നല്ലത് എന്ന് കണ്ടു. ഭൂമിയും അതുപോലെ തന്നെയാണ്, വളരെയധികം നന്നായി തന്നെയാണ്. ഒരു തിന്മയും ഒരു ദോഷവും ഇല്ലാതെ, ഒരു പാപത്തിൻ്റെ കറയോ തിന്മയോ ഒന്നുമില്ലാതെയാണ് ദൈവം ഭൂമിയെ സൃഷ്ടിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് അറിയാം, ഈ ഭൂമിയുടെ നടുക്ക് ഏദൻ തോട്ടത്തിൽ നന്മതിന്മകളുടെ അറിവിൻ്റെ വൃക്ഷം ഉണ്ടായിരുന്നു. ഈ അറിവിൻ്റെ വൃക്ഷം അവിടെ വച്ചത് തന്നെ തിരഞ്ഞെടുപ്പിൻ്റെ സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കുന്നുണ്ട് എന്ന് ദൈവം കാണിക്കുന്നതിന് വേണ്ടിയാണ് ശരിക്കും അവിടെ ആ വൃക്ഷം വച്ചത്. എന്നാൽ അതിൽ നിന്ന് ഫലം കഴിക്കരുത് എന്ന നിർദ്ദേശമുണ്ടായിരിക്കുന്ന സാഹചര്യത്തിലും ഈ നമ്മൾ ഇന്നലത്തെ പാഠത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഈ തിങ്കളാഴ്ചത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചതുപോലെ തന്നെ എങ്ങനെയെങ്കിലും വഞ്ചിക്കുവാൻ വേണ്ടി സാത്താൻ്റെ ആ വഞ്ചനാ സ്വഭാവവുമായിട്ട് അത് ആ ഏദൻ തോട്ടത്തിലേക്ക് പോവുകയാണ്. ആ ഏദൻ തോട്ടത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് അവിടുത്തെ സാഹചര്യം ഒന്ന് നോക്കാം. അത് ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ തുടക്കം മുതൽ നമുക്ക് വായിക്കാം. യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ ജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിൻ്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇതാണ് വഞ്ചന. അപ്പോൾ പാമ്പിൻ്റെ രൂപത്തിൽ സാത്താൻ വരികയാണ്. ഏറ്റവും കൗശലമുള്ള അപ്പോൾ ആദ്യത്തെ ചോദ്യം തന്നെ, തോട്ടത്തിലെ യാതൊരു വൃക്ഷം, നിങ്ങൾക്ക് ഇത് വളരെ മനോഹരമായ തോട്ടം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, എന്നാൽ ഈ തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിൻ്റെ ഫലവും നിങ്ങൾക്ക് തിന്നരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒന്നും കഴിക്കരുതെന്നാണോ ദൈവം പറഞ്ഞിരിക്കുന്നത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ സ്ത്രീ പാമ്പിനോട് പറയുകയാണ്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിൻ്റെ നടുവിലെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇവിടെ സാത്താൻ അറിയില്ലായിരുന്നു ശരിക്കും ഈ നന്മതിന്മകളുടെ വൃക്ഷം അവിടെ ഉണ്ടെന്നും അത് കഴിക്കാൻ പാടില്ലെന്ന് ഇവരോട് പറഞ്ഞിട്ടുള്ള കാര്യമൊന്നും സാത്താൻ അറിയില്ലായിരുന്നു. എന്നാൽ ഇവിടെ ഹൗവ
ആ ചോദ്യത്തിലൂടെ, കൗശലമേറിയ ആ ചോദ്യത്തിലൂടെ, ആ വഞ്ചനയിലൂടെ അതാ ഹൗവ എല്ലാം തുറന്നു പറയുകയാണ്. അപ്പോൾ ഉടനെ പാമ്പ് സ്ത്രീയോട് പറയുകയാണ്, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. ഉറപ്പിച്ച് പറയുകയാണ്, ഒരു വലിയ കള്ളം അവിടെ പറയുകയാണ്. നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യുമെന്ന് ദൈവം അറിയുന്നുവെന്ന് പറഞ്ഞു. അതും കൂടെ പറഞ്ഞു. എന്നാൽ ഇവിടെ വെച്ച് നിർത്തിയില്ല. നിങ്ങൾ നന്മതിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകും എന്നല്ല പറഞ്ഞത്. അതിൻ്റെ കൂടെ ആകുകയും ചെയ്യുമെന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിനറിയാം ഇത് കഴിച്ചാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകും, അതുകൊണ്ട് തന്നെ ആണ് അത് കഴിക്കരുതെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഹൗവ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൂടെ ഇവിടെ കടന്നു പോകുന്നതായിട്ട് നമുക്ക് എലൻ ജി വൈറ്റ് ഇവിടെ വിശദീകരിക്കുന്നു. കാരണം അതുവരെയും അവർക്ക് അറിഞ്ഞിട്ടില്ലാത്ത ഒരു ഉദ്ദീപനം ഉണ്ടാവുമെന്നും അറിഞ്ഞിട്ടില്ലാത്ത ഒരു ആവേശത്തിലൂടെ ഹൗവ കടന്നുപോയി. ശരിക്കും ഹൗവ വിചാരിക്കുകയാണ്, നമുക്ക് ദൈവത്തിനെ പോലെ ആയാൽ എന്താണ്, അതിൻ്റെ ഗുണം എന്തായിരിക്കും, ആ ഒരു അവസ്ഥ എന്തായിരിക്കും എന്നുള്ള ആ ഒരു ചിന്തയിൽ അവൾ ആ പാപത്തിൽ വീഴുകയും അവൾ ആ ഫലം കഴിക്കുകയും ചെയ്തു. അങ്ങനെ ആ ഫലം കഴിച്ചുകൊണ്ട് അത് ഭർത്താവിനും കൊടുത്തു. അങ്ങനെ പാപത്തിൽ ആയി. നാം റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 23-ഉം 5-12 ഒക്കെ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടവരായി തീർന്നിരിക്കുന്നു എന്നവിടെ കാണാൻ സാധിക്കുന്നു. എന്നാൽ ഈ പാപലോകത്ത് നമുക്ക് ഒരു പ്രത്യാശ ദൈവം തന്നിരിക്കുകയാണ്. ഒരിക്കലും അത് ശരിക്കും ഒരു പാപത്തിൻ്റെ വാതിൽ അവിടെ അടച്ചിട്ട ഒരു വാതിലായിരുന്നു. ഭൂമിയിൽ യാതൊരു തിന്മയോ പാപമോ ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. എന്നാൽ ഈ സാത്താൻ പാമ്പിൻ്റെ രൂപത്തിൽ അവിടെ വന്ന് പാപത്തിൽ അകപ്പെടുത്തി. ഇതിൽ എലൻ ജി വൈറ്റ് തന്നെ പറഞ്ഞിരിക്കുന്നത്, ഈ സാത്താൻ എല്ലാ ഗോളത്തിലും പോയി എന്നാണ് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. ഗോത്രപിതാക്കന്മാരും പ്രവാചകന്മാരും എന്ന പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ സാത്താൻ എല്ലാ ഗോളത്തിലും പോയി ആൾക്കാരെ പാപത്തിൽപ്പെടുത്തുവാൻ നോക്കി. എന്നാൽ വേറെ ആരും ഇതിൽപ്പെട്ടില്ല. ഇവിടെ ഭൂമിയിൽ ആദാമും ഹൗവയും മാത്രമാണ് ഇതിൽ പെട്ടതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ആ പാപത്തിൽ അവരായി, ആ വാതിൽ അടച്ചിട്ടിരുന്ന ആ വാതിൽ അത് തുറക്കുവാനിടയായി, പാപത്തിൻ്റെ വാതിൽ തുറക്കുവാനിടയായി. പാപത്തിൻ്റെ വാതിൽ തുറന്നപ്പോൾ ആ ഏദൻ തോട്ടത്തിൻ്റെ വാതിൽ അവരുടെ മുന്നിൽ കൊട്ടി അടയ്ക്കപ്പെട്ടു. തിളങ്ങുന്ന വാളുമായി 2 പേർ അവിടെ കാവൽ നിൽക്കുകയും ഉണ്ടായി. അങ്ങനെ ഒരു പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ട് ആദാമും ഹൗവയും ആ ഏദൻ തോട്ടത്തിൻ്റെ പുറത്ത് വരികയാണ്. അങ്ങനെ പുറത്ത് വരുന്ന സാഹചര്യത്തിലും അവർക്ക് പ്രതീക്ഷ നൽകുകയാണ് ദൈവം. പ്രതീക്ഷ നൽകിക്കൊണ്ട് ആദ്യത്തെ വാഗ്ദത്തം അവിടെ ദൈവം പറയുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, സുപരിചിതമാണ് ആ വാഗ്ദത്തം. ഉൽപ്പത്തി 3-ാം അധ്യായം 15-ാം വാക്യം, ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വമുണ്ടാക്കും, അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. ഇവിടെ ഇത് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്, എന്താണ് ഒരു പാമ്പും ഒരു മനുഷ്യനും തമ്മിലുള്ള ഒരു കാര്യമാണ് കാണിച്ചിരിക്കുന്നത്. പാമ്പ് എപ്പോഴും തകർക്കുന്നത് കുതികാലാണ്, മനുഷ്യൻ അതിൻ്റെ തലയും തകർക്കുന്നു. അപ്പോൾ അവിടെ തന്നെ ഒരു രക്ഷകനെ, എന്തായാലും പാപത്തിൽ വീണുപോയി, പക്ഷേ ഒരു രക്ഷകനെ അവിടെ ചൂണ്ടിക്കാണിക്കുന്നു. ഒരു രക്ഷകനുണ്ട്, ഈ പാപത്തിൽ വീണുപോയെങ്കിലും ഈ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ ഒരു രക്ഷകനെ ദൈവം തരും എന്നുള്ളൊരു വാഗ്ദത്തമാണ് അവിടെ ഉൽപ്പത്തി 3:15 പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആ രക്ഷകൻ മറ്റാരുമല്ല, കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. അങ്ങനെ ആ രക്ഷകനെ നമ്മൾ പാപങ്ങൾ ഏറ്റുപറയുകയാണെങ്കിൽ, ലേവ്യരുടെ പുസ്തകം 5-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നു,
നാം ആ പാപങ്ങൾ ഏറ്റുപറയുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ എത്ര കടും ചുവപ്പായാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുവാൻ സാധിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. യോഹന്നാൻ 1:29 പറഞ്ഞിരിക്കുന്നത് അതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് നമുക്കവിടെ കാണുവാൻ സാധിക്കും. ഈ പാപം നമുക്ക് ഈ കുഞ്ഞാടുകളോട് നമ്മെ തന്നെ ദൈവം ഉപമിച്ചിരിക്കുകയാണ്. ഈ കുഞ്ഞാടുകൾക്കൊരു പ്രത്യേകതയുണ്ട്. കാരണം അതിന് രോമങ്ങളുണ്ട്. അതിന് ആ രോമം കത്രിക്കുന്ന ഒരു പെരുന്നാൾ തന്നെ ഉണ്ട്. കാരണം ആ ആടിന് രോമം കൂടിക്കഴിഞ്ഞാൽ അത് എവിടെയെങ്കിലും ചെറുതായിട്ട് ഒന്ന് കാല് തെറ്റിയാൽ തന്നെ അത് മറിഞ്ഞു വീഴും. പിന്നെ അതിന് സ്വയമായി എഴുന്നേൽക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഈ ആടുകളെ ഇടയ്ക്കിടയ്ക്ക് രോമം കത്രിക്കേണ്ടിയിരിക്കും. അതിന് ഭാരം അധികം അതിന് വഹിക്കുവാൻ സാധിക്കുകയില്ല. നമുക്കും അതുപോലെ തന്നെയാണ്. നമ്മുടെ ഉള്ളിൽ, നമ്മുടെ പുറത്ത് ഭാരങ്ങൾ, നമ്മുടെ ജീവിത ഭാരങ്ങളായാലും നമ്മുടെ കുടുംബത്തിലുള്ള ഭാരങ്ങളായാലും ദുഃഖങ്ങളായാലും കടഭാരങ്ങളായാലും എന്തു തന്നെ ഭാരങ്ങൾ നമുക്കുണ്ടെങ്കിലും അത് നമുക്കൊരിക്കലും ഒറ്റയ്ക്ക് വഹിക്കുവാൻ സാധിക്കുകയില്ല. ഒറ്റയ്ക്ക് വഹിച്ചാൽ നാം വീണു പോകും. അതിന് ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഭാരങ്ങൾ നാം ഒരിക്കലും വഹിക്കാതെ ഈ ഭാരങ്ങളെല്ലാം ഏറ്റെടുക്കുവാൻ, സ്വീകരിക്കുവാൻ തയ്യാറായിട്ടുള്ളൊരു യേശു നമ്മോടെപ്പോഴുമുണ്ട്. ആ യേശുവിൽ നാം ആശ്രയിക്കുക. ആ ഭാരങ്ങളെല്ലാം എൻ്റെ മേൽ ഇട്ടുകൊള്ളുക എന്നാണ് യേശു പറയുന്നത്. ആ ഭാരങ്ങളെല്ലാം ദൈവത്തിൻ്റെ മേൽ നാം ഇടുമ്പോൾ തീർച്ചയായിട്ടും ആ ഭാരങ്ങളെല്ലാം പോയിട്ട് ആ ആട് എങ്ങനെ തൻ്റെ രോമങ്ങളെല്ലാം പോയി കഴിയുമ്പോൾ സുഖമായി വീണാലും എഴുന്നേറ്റ് നടക്കുന്നത് പോലെ മനുഷ്യരും തങ്ങൾ ചിലപ്പോൾ വീഴുമായിരിക്കും, എന്നാൽ നിലംപരി ചാകുകയില്ല. എന്നാൽ ദുഷ്ടൻ വീണാലോ അവൻ്റെ പാപങ്ങൾ അവൻ്റെ ഉള്ളിൽ തന്നെ ആയിരുന്നുകൊണ്ട് അവൻ അത് ഏറ്റുപറയുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യാത്തത് കൊണ്ട് തന്നെ ആ പാപങ്ങൾ അവൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അവൻ ഒരു ചെറിയൊരു കാല് വഴുതൽ മാത്രം മതി, അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് കാല് തെറ്റിയാൽ മതി, അവൻ വീണു പോകും. പിന്നെ അവൻ എഴുന്നേൽക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് നമ്മുടെ പാപങ്ങളെ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കാം. പാപങ്ങളെ നമുക്ക് ആ ക്രിസ്തു യേശുവിൻ്റെ മേൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ പാപങ്ങൾ നമ്മൾ ഇടുമ്പോൾ തീർച്ചയായും നമുക്ക് സ്വതന്ത്രമായി നടക്കുവാൻ സാധിക്കും. യാതൊരു പ്രശ്നവുമില്ലാതെ നടക്കുവാനും സാധിക്കും. ഇനി നമുക്ക് ബുധനാഴ്ചത്തെ പാഠത്തിലേക്ക് കടക്കാം. സ്നേഹം ഒരു വഴി കണ്ടെത്തുന്നു. ആദവും പാപം ചെയ്തു, അവൻ അവരുടെ ഏദൻ ഭവനം വിട്ട് പുറത്തു പോകണം എന്ന് ദൈവം അവരോട് പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം, ഇവിടെ ആദാമും ഹവ്വയും രണ്ടുപേരും പാപം ചെയ്തു. അവർ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്തു പോകേണ്ട അവസ്ഥ വന്നു. അങ്ങനെ പുറത്തു പോകുമ്പോൾ തന്നെയാണ് ഈ ഉൽപ്പത്തി 3:15 ആ വാഗ്ദത്തം അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ അവരുടെ ഉള്ളിൽ ഒരു ചിന്തയുണ്ട്, തീർച്ചയായും തങ്ങളുടെ പാപത്തിൽ നിന്ന് അവരെന്തായാലും പാപത്തിൽ വീണുപോയി, ഇനി ഈ പാപത്തിൽ നിന്ന് രക്ഷ നേടുവാൻ വേണ്ടി ഒരു രക്ഷകൻ ജനിക്കും എന്നുള്ളൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ടായി. അതുകൊണ്ട് തന്നെ ആ പാപത്തിൽ നിന്ന് പുറത്തു പോകുന്ന ആ സാഹചര്യത്തിലും അവർക്കൊരു പ്രത്യാശയുണ്ടായിരുന്നു, തങ്ങൾക്ക് ഒരു രക്ഷകൻ ജനിക്കും എന്ന്. ആദ്യം കായീനുണ്ടായപ്പോൾ കായീനാണ് തങ്ങളുടെ രക്ഷകനെന്ന് അവർ ചിന്തിച്ചു. അടുത്ത് ആബേലുണ്ടായി, അപ്പോഴും രക്ഷകനാണെന്ന് ചിന്തിച്ചു. അങ്ങനെ സേത്ത്, അങ്ങനെ ഓരോരോ തലമുറകളുണ്ട്. ആദാം-ഹവ്വയുടെയും കാലം കഴിഞ്ഞും ആൾക്കാരെല്ലാവരും തങ്ങളുടെ ഭവനത്തിൽ രക്ഷകൻ ജനിക്കും എന്നുള്ള ഒരു ചിന്ത അവരുടെ എല്ലാവരുടെയും ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗലാത്യർ ഒരു വാക്യം നമുക്ക് വായിക്കാം. ഗലാത്യർ 3:16 നാം വായിക്കുമ്പോൾ, എന്നാൽ അബ്രഹാമിനും അവൻ്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. സന്തതികൾക്കും എന്ന് അനേകരെക്കുറിച്ചല്ല, നിന്റെ സന്തതിക്കും എന്ന് ഏകനെക്കുറിച്ചത്രേ പറയുന്നത്. ഇവിടെ അബ്രഹാമിനും അവൻ്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു എന്നാണ് പറയുന്നത്. അവൻ്റെ അടുത്ത് വരുന്ന സന്തതികൾ എന്നല്ല പറയുന്നത്, സന്തതി എന്നാണ് പറയുന്നത്.
അപ്പോൾ 17 വാക്യം പറയുന്നത് അത് ക്രിസ്തു തന്നെ, ക്രിസ്തുവാണ് ആ സന്തതി, ആ ക്രിസ്തുവാണ് ആ വാഗ്ദത്ത സന്തതി, ആ സ്ത്രീയുടെ സന്തതി എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ ഉൽപ്പത്തി 3:15 പറഞ്ഞിരിക്കുന്ന സ്ത്രീയുടെ സന്തതി മറ്റാരുമല്ല, അത് ക്രിസ്തു യേശു തന്നെയാണ്. നമുക്കറിയാം, യേശു 33.5 വയസ്സുവരെ ഭൂമിയിൽ ജീവിച്ചു, ക്രൂശിതനാവേണ്ടി വന്നു. ആ ക്രൂശിതനായ സമയത്ത് ലോകത്തിൻ്റെ മുഴുവൻ പാപങ്ങളും അവൻ്റെ മേൽ ചുമത്തപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിൻ്റെ മുഴുവൻ പാപങ്ങൾ അവൻ്റെ മേൽ ചുമത്തപ്പെട്ടതുകൊണ്ട് തന്നെയാണ് ഏലി ഏലി ലമ്മ ശബക്താനി എന്ന് കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എന്നുള്ള ആ ഒരു വാക്ക് യേശുവിൽ നിന്ന് വന്നത് ആ പാപത്തിൻ്റെ ഏറ്റവും കഠിനമായ അവസ്ഥയിൽ നിന്നുകൊണ്ടാണ്. അപൂർണമായും മനുഷ്യനായ ആ പാപങ്ങളെല്ലാം ഏറ്റുകൊണ്ട് നിൽക്കുന്ന സമയമായതുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വന്നത്. അങ്ങനെ ക്രൂശിൽ വെച്ച് സാത്താൻ അവൻ്റെ കുതികാൽ തകർത്തു. ഈ 3 പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തിൻ്റെ ഒരു കാര്യം അവിടെ അന്ന് നിറവേറുകയാണ്. സാത്താൻ അങ്ങനെ മനുഷ്യൻ്റെ കുതികാൽ തകർക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായി. എന്നാൽ അവിടെയും പ്രത്യാശ നമുക്കുണ്ട്. കാരണം ഇനിയും ആ മഹാസർപ്പത്തിനെ തകർക്കുവാൻ വേണ്ടി ഈ ഭൂമിയിൽ നിന്ന് ഒരു തരി പോലും പാപമില്ലാതെ എല്ലാം തുടച്ചു നീക്കി പുതിയ ആകാശവും പുതിയ ഭൂമിയും കൊണ്ടുവരുമ്പോൾ നമുക്ക് അവിടെ പാപം ഒരിക്കലും പ്രവേശിക്കാത്ത രീതിയിൽ നമുക്ക് ആ മഹാസർപ്പത്തിനെ തുടച്ചു മാറ്റാൻ സാധിക്കും. അങ്ങനെ ആ മഹാസർപ്പത്തിൻ്റെ തല തകർക്കുന്ന ഒരു സാഹചര്യം അധികം താമസിയാതെ തന്നെ ഉണ്ടാവും. ആ ദിവസത്തിന് വേണ്ടിയാണ് നാം കാത്തിരിക്കുന്നത്. യേശു നമുക്ക് വേണ്ടി യാഗമായി, യേശു നമുക്ക് വേണ്ടി ശാപമായി, യേശു നമുക്ക് വേണ്ടി പാപമായി തീർന്നു. അങ്ങനെ അതിനുശേഷം നമുക്ക് എന്തൊക്കെ പാപങ്ങൾ നമ്മൾ ചെയ്താലും അത് നമ്മുടെ ദൈവത്തോട് ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അത് പൂർണ്ണമായിട്ടും നമുക്ക് അതിൽ നിന്ന് വിടുതൽ ലഭിക്കുവാൻ സാധിക്കും. എന്നാൽ വീണ്ടും നമ്മൾ ആ തെറ്റുകൾ ആവർത്തിക്കാൻ പാടില്ല. ചില സാഹചര്യത്തിൽ നമുക്ക് സംശയം തോന്നും, ശരിക്കും ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ടോ, നമ്മെ കരുതുന്നുണ്ടോ, നമ്മുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ സംശയം തോന്നും. എന്നാൽ ആ സാഹചര്യത്തിലൊക്കെ നമ്മൾ ആ മുൾക്കിരീടത്തിലേക്ക് നോക്കേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മുടെ കർത്താവിൻ്റെ കൈകാലുകളിലെ നഖങ്ങളിലേക്ക് നോക്കണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ ദൈവത്തിൻ്റെ സ്നേഹം അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. അവൻ ചൊരിഞ്ഞ ഓരോ തുള്ളി രക്തത്തിലേക്കും നാം നോക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നിന്നെ കൂടാതെ സ്വർഗത്തിലായിരിക്കുവാൻ എനിക്ക് കഴിയുകയില്ല എന്ന് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇരിക്കേണ്ടടുത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് ഞാൻ നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എവിടെയാണോ യേശു ആയിരിക്കുന്നത് ആ യേശു ആയിരിക്കുന്ന സ്ഥലത്ത് തന്നെ നമ്മെയും കൊണ്ടുപോകണം എന്ന് തന്നെയാണ് യേശുവിൻ്റെ ആഗ്രഹം. അതിനുവേണ്ടിയാണ് അവൻ ഈ മഹാത്യാഗം അവൻ ചെയ്തത്. യോഹന്നാൻ 1:3 പറയുന്നത് സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല എന്ന് നമുക്കവിടെ കാണുവാൻ സാധിക്കും. നാം ആ യേശുവിനെ ക്രൂശിച്ചു കൊണ്ടുപോകുന്ന ആ ഒരു അവസ്ഥയെക്കുറിച്ച് നാം ചിന്തിക്കുകയാണെങ്കിൽ കണ്ടാൽ ആഗ്രഹിക്കത്ത സൗന്ദര്യമില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ശരിക്കും ഞാൻ വടവാതൂർ കോർണർ സ്റ്റോൺ ക്ലാസ്സിലായിരിക്കുമ്പോൾ ഞങ്ങളുടെ അധ്യാപകൻ ഡോക്ടർ VA തോമസ് ആയിരുന്നു. അദ്ദേഹം ഈ ഭാഗം ഇടയ്ക്കിടയ്ക്ക് വായിക്കും. അതായത് യെശയ്യാവിൻ്റെ പ്രവചനം 53-ാം അധ്യായം ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം പറയും. അപ്പോൾ ഞാൻ ചിന്തിക്കും, യേശു വളരെ മനോഹര രൂപിയായിട്ടാണ് ശരിക്കും നമുക്ക് പടങ്ങളിലും എല്ലാം കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ? നമുക്കത് വായിക്കാം. യെശയ്യാവിൻ്റെ പ്രവചനം 53-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്ത് നിന്ന് വേർ മുളയ്ക്കുന്നത് പോലെയും അവൻ്റെ മുൻപാകെ വളരും. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്ത സൗന്ദര്യവുമില്ല.
അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. അവനെ കാണുന്നവൻ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. നാം അവനെ ആദരിച്ചതുമില്ല. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ശരിക്കും ഈ സാഹചര്യം നാം ചിന്തിക്കുമ്പോൾ അത് യേശുവിൻ്റെ ആ ക്രൂശീകരണ സമയത്തായിരുന്നു ആ യേശുവിൻ്റെ മുഖഭാവം അങ്ങനെയായിരുന്നത്. അത്രയ്ക്ക് നിന്ദിതനായി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അത്രയ്ക്ക് നിന്ദിതനായി, ദൈവം ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് ഞാൻ നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. യേശുവിൻ്റെ അടുക്കൽ നാം ആയിരിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം ഈ നിന്ദയും ഈ പരിഹാസവും ഈ വേദനയും എല്ലാം സഹിച്ചത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രാധാന്യം നാം മനസ്സിലാക്കുക. ഒരിക്കലും സംശയം നമ്മുടെ ഉള്ളിൽ വരാൻ പാടില്ല. സംശയം വരുമ്പോൾ ഈ പാഠത്തിൽ പറഞ്ഞിരിക്കുന്ന നാം യേശുവിനെ നോക്കേണ്ടത് ആവശ്യമാണ്. അവൻ്റെ മുൾക്കിരീടത്തെ, അവൻ ചൊരിഞ്ഞ ചോരയെ എല്ലാം നാം നോക്കേണ്ടത് ആവശ്യമാണ്. അവസാന തുള്ളി ചോരയും നമുക്ക് വേണ്ടി അവൻ ചൊരിഞ്ഞു. ഇവിടെ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നു. സാത്താൻ്റെ ആരോപണങ്ങൾക്ക് ക്രിസ്തു ക്രൂശിൽ വെച്ച് എങ്ങനെ മറുപടി നൽകി? നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടത്തിൻ്റെ വെളിച്ചത്തിൽ ക്രിസ്തുവിൻ്റെ മരണം എന്താണ് നേടിയത്? ശരിക്കും ക്രൂശിൽ വെച്ച് ദൈവം സാത്താൻ്റെ ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി. കാരണം സാത്താനെ ആ മരണത്തെ വിജയിച്ചുകൊണ്ട്, മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് ദൈവം ഉയർത്തെഴുന്നേറ്റു. അതാണ് അവിടെ കൊടുത്ത മറുപടി. അതുപോലെ തന്നെ നന്മയും തിന്മയുള്ള പോരാട്ടത്തിൻ്റെ വെളിച്ചത്തിൽ ക്രിസ്തു വിജയം വരിക്കുക തന്നെ ചെയ്തു. ആ നന്മയ്ക്ക് വിജയം വരിക്കുക തന്നെ ചെയ്തു. അങ്ങനെ സാത്താനെ ശരിക്കും അവിടെ പരാജയപ്പെടുത്തുകയാണ്. സാത്താൻ്റെ ആ പരാജയം നമുക്ക് ക്രിസ്തുവിൻ്റെ ഉയർപ്പിലൂടെ കാണുവാൻ സാധിക്കും. നമുക്ക് വ്യാഴാഴ്ചത്തെ പാഠത്തിലേക്ക് പോകാം. നമ്മുടെ മഹാപുരോഹിതൻ. ഇവിടെ എബ്രായർ 4-ാം അധ്യായം 15-16 ദൈവത്തെ ഒരു മഹാപുരോഹിതനായിട്ട് കാണിക്കുന്നു. അതുപോലെ എബ്രായർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 25-ാം വാക്യത്തിൽ യേശുവിനെ ഒരു മധ്യസ്ഥനായും നമുക്ക് കാണുവാൻ സാധിക്കുന്നു. നമുക്കറിയാം, നാം പാപത്തിൽ വീണുപോയ സാഹചര്യത്തിൽ യേശു നമ്മുടെ പാപത്തെ എല്ലാം ചുമന്നുകൊണ്ട് ക്രൂശിൽ യാഗമായി തീർന്നു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിൽ പോയി. സ്വർഗത്തിൽ പോയതിന് ശേഷം യേശു അവിടെ വെറുതെ ആയിരിക്കുന്നതല്ല, ദൈവത്തിൻ്റെ വലത്തുഭാഗത്തായിരിക്കുന്നു. എന്നാൽ അവിടെയും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് വേണ്ടി മധ്യസ്ഥനായിരിക്കുകയാണ്, നമ്മുടെ മഹാപുരോഹിതനായിരിക്കുകയാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തക്ക സമയത്ത് കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ധൈര്യമില്ലാതിരിക്കുന്ന സാഹചര്യം, ചിലപ്പോൾ പല പല പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ധൈര്യമെല്ലാം ചോർന്നു പോകും. നമ്മൾ ഇത്രത്തോളം ആത്മാർത്ഥമായി പ്രവർത്തിച്ചിട്ടും, ഇത്രത്തോളം ആൾക്കാരെ സ്നേഹിച്ചിട്ടും, ഇത്രത്തോളം ആൾക്കാരെ കരുതിയിട്ടും ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ഗുണവും ലഭിക്കുന്നില്ല. നമുക്ക് ഗുണം ലഭിച്ചില്ലെങ്കിൽ അതിൻ്റെ വെറും പഴിയും ദുഃഖവും മാനഹാനിയും അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നാം അത് ഒരിക്കലും അതിൽ നമ്മൾ താളടിയായി പോകുവാൻ പാടില്ല. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആ ഭാരങ്ങളെല്ലാം നമ്മുടെ ഉള്ളിൽ വച്ചുകൊണ്ട് ആ ആട്ടുകുട്ടി എപ്രകാരം രോമങ്ങൾ തൻ്റെ ശരീരത്തിൽ വെച്ചുകൊണ്ട് വീഴുന്നോ അങ്ങനെ ഒരിക്കലും ആകാൻ പാടില്ല. നമ്മുടെ ഭാരങ്ങൾ ദൈവത്തിങ്കിലേക്ക് ഇടുക, നമ്മൾ ആ കൃപാസനത്തിലേക്ക് ചെല്ലുക. ഇപ്പോഴത്തെ നമ്മുടെ അഡ്വൻറ്റിസ്റ്റിൻ്റെ ഒരു ക്യാപ്ഷനാണ് ബാക്ക് ടു ദ ഓൾട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കൃപാസനത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലേണ്ടത് ആവശ്യമുണ്ട്. അവിടെ ചെന്നു കഴിഞ്ഞാൽ ഒരു പാപവുമില്ല, മോചിക്കപ്പെടാത്തതായ ഒരു പാപവുമില്ല.
മാറാത്തതായ ഒരു ദുഃഖവുമില്ല. എല്ലാ കണ്ണുനീരും എല്ലാം നമുക്ക് മാറ്റിത്തരുന്ന ഒരു ദൈവം അവിടെ ഉണ്ട്. ആ പാപത്തിൻ്റെ കരാളഹസ്തം നമ്മെ പിടിച്ചിരുന്നാലും, നാം തകർന്നിരുന്നാലും, നമ്മുടെ എന്ത് പ്രശ്നത്തിലായിരുന്നാലും നമ്മുടെ ചങ്ങലകൾ അഴിക്കുവാനും നമ്മളെ സ്വതന്ത്രനാക്കുവാനും കഴിവുള്ള ഒരു ദൈവം നമുക്കുണ്ട്. നമ്മൾ പലപ്പോഴും സാത്താൻ നമ്മളെ തന്ത്രപരമായി പറയും, അയ്യോ നീ എൻ്റെ പക്ഷക്കാരനാണ്, നീ അത് ചെയ്യണം ഇത് ചെയ്യണമെന്നൊക്കെ നമ്മൾ ചിലപ്പോൾ പറയും. പക്ഷേ ഒരിക്കലും നമ്മെ താളടിയാക്കുവാൻ കഴിയില്ല. നമ്മുടെ ഭാരങ്ങൾ ദിനംതോറും നമ്മൾ ദൈവത്തിലേക്ക് ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളെ വീഴ്ത്തുവാൻ സാധിക്കുകയില്ല. നമുക്കൊരു വാക്യം വായിക്കാം. യോഹന്നാൻ 17:24 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. പിതാവേ, നീ ലോകസ്ഥാപനത്തിന് മുൻപേ എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്നിടത്ത് അവരും എന്നോടുകൂടി ഇരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. നീതിയുള്ള പിതാവേ, ലോകം നിന്നെ അറിഞ്ഞിട്ടില്ല, ഞാനോ നിന്നെ അറിഞ്ഞിരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു. നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിൽ ആകുവാനും ഞാൻ അവരിലാകുവാനും ഞാൻ നിൻ്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും വെളിപ്പെടുത്തും. നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ അടുത്ത് ഞാൻ ഇരിക്കേണ്ടടുത്ത് നിങ്ങളും ഇരിക്കണം എന്നുള്ള ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഏതു വിധേനയും നമ്മെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുപോകാൻ, ആ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ എന്തു തന്നെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദൈവത്തോട് പറയുക. എവിടെ ദുഃഖമുണ്ടോ അവിടെ ദൈവം ആശ്വാസം തരും. എവിടെ ഭയമുണ്ടോ അവിടെ ദൈവം സമാധാനം തരും. എവിടെ കുറ്റബോധമുണ്ടോ അവിടെ ദൈവം പാപക്ഷമ തരും. എവിടെ ബലഹീനതയുണ്ടോ അവിടെ ദൈവം ശക്തി തരും. അങ്ങനെ നമ്മൾ ഒരു രീതിയിലും വിഷമിപ്പിക്കാതെ ദൈവം മുന്നോട്ട് നമ്മെ നയിക്കും. തീർച്ചയായും പാപമില്ലാതെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. അതുതന്നെയാണ് ക്രിസ്തു നമുക്ക് കാണിച്ചു തന്നിട്ട് പോയത്. അതോടൊപ്പം നമുക്ക് ഒരു ബോണസ് കൂടിയുണ്ട്. കുറേ കൂടി നമുക്ക് ഒരു നല്ല കാര്യം ലഭിച്ചിരിക്കുന്നത് ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് യേശുവിനേക്കാൾ നന്നായിട്ട് ജീവിക്കാൻ സാധിക്കും. കാരണം യേശു പാപമില്ലാതെ ജീവിച്ചു, അതുപോലെ തന്നെ പാപമില്ലാതെ നമുക്കും ജീവിക്കുവാൻ സാധിക്കും. അതിനുള്ള വഴികളാണ് ദൈവം ഓരോരുത്തരായിട്ട് നമുക്ക് തന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ക്രിസ്തു നമുക്ക് വേണ്ടി സ്വയം ബലിയർപ്പിച്ചതെന്ന് നിങ്ങൾ കരുതുന്നു? എന്താണ് നമ്മെ ദൈവത്തിന് ഇത്ര വിലപ്പെട്ടവരാക്കിയത്? തീർച്ചയായും മറ്റൊന്നുമല്ല, ആ മനുഷ്യന് വേണ്ടിയുള്ള ആഴമായ സ്നേഹം കാരണമാണ് തീർച്ചയായും ദൈവം നമുക്ക് വേണ്ടി യാഗമായി തീർന്നത്. ആ സ്നേഹത്തിൻ്റെ ആഴവും നീളവും വീതിയും ആർക്കും അറിയുവാൻ സാധിക്കുകയില്ല. അത് ദൈവത്തിന് മാത്രമേ അറിയുവാൻ സാധിക്കുകയുള്ളൂ. ആ ദൈവത്തിൻ്റെ ചിറകടിയിൽ നമുക്കായിരിക്കാം. പാപങ്ങൾ നമുക്ക് ഏറ്റുപറയാം, ഉപേക്ഷിക്കാം, നമ്മുടെ ഭാരങ്ങളെല്ലാം അവൻ്റെ മേലിടാം. അങ്ങനെ നമുക്ക് ആശ്വാസം കണ്ടെത്താം. അടുത്ത വെള്ളിയാഴ്ചത്തെ പാഠത്തിലേക്ക് നമുക്ക് കടക്കാം. കൂടുതൽ ചിന്തകൾ. സ്വർഗത്തിൽ യുദ്ധമുണ്ടാകുവാനുള്ള കാരണം ശരിക്കും സാത്താൻ്റെ ഉള്ളിൽ അഹങ്കാരവും അസൂയയും ജനിച്ചതാണ് കാരണം. ആ അഹങ്കാരവും അസൂയയും ജനിച്ചതുകൊണ്ട് തന്നെ സാത്താന് ദൈവത്തിൻ്റെ ആ സിംഹാസനം ലഭിക്കണമെന്നുള്ളൊരാഗ്രഹമുണ്ടായി. അങ്ങനെ ദൈവത്തിന് ആ സിംഹാസനം ലഭിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ അവൻ ഓരോരോ കാര്യങ്ങൾ, ദൈവം അനീതിയാണ് പ്രവർത്തിക്കുന്നത്, ദൈവം മറ്റുള്ളവരെ പരിഗണിക്കുന്നില്ല, അതുപോലെ തന്നെ പല പല ആരോപണങ്ങൾ ദൈവത്തിനെതിരെ ഉന്നയിക്കുകയും അങ്ങനെ 1/3 ദൂതന്മാരെ അവൻ്റെ പക്ഷത്താക്കുകയും ചെയ്തു. അങ്ങനെ അനീതിയും വിശുദ്ധിയില്ലാത്തൊരവസ്ഥ സ്വർഗത്തിൽ വന്നപ്പോൾ ഒരിക്കലും അത് ദൈവം അനുവദിക്കുകയില്ല. അങ്ങനെ ദൈവം ആ വിശുദ്ധിയില്ലാത്ത അവസ്ഥയെ മാറ്റുവാൻ വേണ്ടി സാത്താനെയും അവൻ്റെ 1/3 ദൂതന്മാരെയും അവിടെ നിന്ന് പുറത്താക്കുന്നു. അങ്ങനെ പുറത്താക്കിയതിന് ശേഷം
അവൻ ഊടാടി സഞ്ചരിക്കുന്നു. അങ്ങനെയാണ് ഭൂമിയിൽ വന്നതും ഹവ്വയെ കാണുന്നതും അവളോട് തന്നെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നതും അങ്ങനെ അവരെ പാപത്തിൽ വീഴ്ത്തുന്നതും. ആ പാപത്തിൽ വീണ അവസ്ഥയിലും നമുക്കറിയാം അവിടെ പ്രത്യാശ നൽകുന്നു. 33:15 അവിടെ ഒരു വാഗ്ദത്തം അവർക്ക് നൽകുകയാണ്. അങ്ങനെ ആ വാഗ്ദത്തത്തിലൂടെ യേശു യാഗമായി തീരുവാൻ വേണ്ടി ആ ദൈവം തന്നെ അവർ ആദ്യമായ ആ ആട്ടിൻകുട്ടിയെ അവിടെ യാഗം കഴിക്കുകയും അവർ നഗ്നരെന്നറിഞ്ഞുകൊണ്ട് ആ വസ്ത്രം അവർക്ക് നൽകുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു രക്ഷാപദ്ധതി അവിടെ തയ്യാറാക്കുകയാണ്. അതിനുശേഷം കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജനിക്കുകയും നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങളെല്ലാം ചുമന്നുകൊണ്ട് ക്രൂശിൽ യാഗമായി തീരുകയും ചെയ്തു. ഇങ്ങനെയുള്ള ഈ ഒരു അവസ്ഥ ഇനിയും നമ്മൾ അടുത്ത് ഒരു യുദ്ധം നേരിടേണ്ടതായിട്ടിരിക്കുന്നു. ഇനിയും അവസാനം എല്ലാം ഈ വെളിപ്പാടുകാരൻ യോഹന്നാൻ പറയുന്നത് പോലെ തന്നെ ഏറ്റവും അവസാനത്തിലും നമുക്ക് സാത്താനെതിരെ വലിയൊരു പോരാട്ടത്തിൽ നമ്മൾ പോകേണ്ടിയിരിക്കുന്നു. ആ പോരാട്ടം നാം ദിനംതോറും നടത്തേണ്ടിയിരിക്കുന്നു. നാം ലോകപരമായി നോക്കുമ്പോൾ തന്നെയും നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വ്യക്തിജീവിതങ്ങളിൽ നാം നോക്കുകയാണെങ്കിലും നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടമാണ്. ദിനംതോറും നാം ആ പോരാട്ടത്തിൽ ആയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ദൈവവും സാത്താനും തമ്മിലുള്ള ഈ വൻ പോരാട്ടത്തിൽ ആര് വിജയിക്കും എന്നുള്ളതിന് പലർക്കും സംശയമാണ്. എന്നാൽ തീർച്ചയായും അന്തിമ വിജയം ദൈവത്തിന് തന്നെയായിരിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. നാം നോക്കുമ്പോൾ ഈ പാഠത്തിൽ നമുക്ക് ചർച്ചയ്ക്കുള്ള ചോദ്യങ്ങൾ നോക്കുമ്പോൾ പലതരത്തിലുള്ള സംശയങ്ങൾ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ലൂസിഫറിനെ അപ്പോൾ തന്നെ നശിപ്പിക്കാമായിരുന്നില്ലേ? അവൻ എന്തുകൊണ്ടാണ് തിരഞ്ഞെടുപ്പിനുള്ള ആ സ്വാതന്ത്ര്യം ദൈവം നൽകിയത് എന്നുള്ള എല്ലാ ചോദ്യങ്ങളും ഉണ്ടാവും. എന്നാൽ അതിനുള്ള ഉത്തരമെന്ന് പറയുന്നത് ഒരിക്കലും തിരഞ്ഞെടുപ്പുകൾക്ക് ഉള്ള സ്വാതന്ത്ര്യമില്ലാതെ റോബോട്ടുകളായി സ്വന്തമായി ചിന്തിക്കാൻ ഇല്ലാതെ അല്ല ദൈവം ഓരോരുത്തരെയും സൃഷ്ടിക്കുന്നത്. അത് തീർച്ചയായും തിരഞ്ഞെടുപ്പിൻ്റെ സ്വാതന്ത്ര്യത്തോടു കൂടി മാത്രമേ ദൈവം ഓരോ സൃഷ്ടിയും ചെയ്യുകയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണത്തിന് എന്ത് കാരണമാണ് അല്ലെങ്കിൽ കാരണങ്ങളാണ് നിങ്ങൾക്ക് ചിന്തിക്കുവാൻ ആകുന്നത്? തീർച്ചയായും ക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണത്തിന് കാരണങ്ങൾ വളരെയേറെയുണ്ട്. നമ്മൾ ഈ പാപത്തിലായിരിക്കുന്ന നമ്മെ രക്ഷിക്കുവാൻ യേശു ക്രിസ്തുവിന് പാപമില്ലാത്ത യാഗമായി മാറുവാൻ പാപമില്ലാത്ത ഒരു ആട്ടിൻകുട്ടിയെ അർപ്പിക്കണമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഊനമില്ലാത്ത ഒരു ആട്ടിൻകുട്ടിയായിരിക്കണം. അങ്ങനെ ഊനമില്ലാത്ത പാപമില്ലാത്ത യേശു ക്രിസ്തുവിന് മാത്രമേ യാഗമായി തീരുവാൻ സാധിക്കുകയുള്ളൂ. പാപമുള്ള ആർക്കും യാഗമായി തീരുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെയാണ് യേശു യാഗമായി തീർന്നത്. അതുപോലെ വൻ വിവാദം എന്ന പദം നാം പ്രയോഗിക്കുമ്പോൾ നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത്? വൻ വിവാദം എന്ന ആ പദം നാം ഉപയോഗിക്കുമ്പോൾ തീർച്ചയായും ആ പോരാട്ടം തന്നെയാണ് നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടം. അതുപോലെ തന്നെ നാലാമത്തെ വൻ വിവാദത്തിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ഏത് ബൈബിൾ വാക്യം നമ്മോട് സംസാരിക്കുന്നത്? വൻ വിവാദം ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് യോബ് 1:2, എഫേസ്യർ 6:12 നമുക്ക് കാണുവാൻ സാധിക്കും. തീർച്ചയായിട്ടും ഈ ലോകത്ത് നന്മയുമുണ്ട് തിന്മയുമുണ്ട്, അത് തമ്മിൽ പോരാട്ടവും ഉണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത് യാഥാർത്ഥ്യം, അത് ഉള്ളതാണ്. അത് വൻ വിവാദം എന്നുള്ളത് നമുക്ക് ഈ ലോകത്ത് ഉള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ അഞ്ചാമത്തെ ചോദ്യം, സെവൻത് ഡേ അഡ്വൻറ്റിസ്റ്റുകാരുടെ ധാരണ മറ്റു ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിൽ എങ്ങനെ വേറിട്ട് നിൽക്കുന്നു? വൻ വിവാദം എന്ന വിഷയത്തിൽ അഡ്വൻറ്റിസ്റ്റുകളെ വേറിട്ട് നിർത്തുന്നത് എന്താണ്? പല ക്രിസ്ത്യൻ വിഭാഗങ്ങളും പറയുന്നത് ഈ യുദ്ധങ്ങൾ, പല തരത്തിലുള്ള ഗോഗ് മാഗോഗ് യുദ്ധമൊക്കെ കഴിഞ്ഞുപോയി എന്ന രീതിയിൽ പല ക്രിസ്ത്യാനികളും വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയുള്ള ഈ പോരാട്ടങ്ങൾ ഇപ്പോൾ എപ്പോഴും പോരാടിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല, പോരാട്ടമൊക്കെ കഴിഞ്ഞു എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. ഒരിക്കലും അങ്ങനെയല്ല അഡ്വൻറ്റിസ്റ്റുകാർ വിശ്വസിക്കുന്നത്. നമ്മുടെ പോരാട്ടം നമ്മുടെ ഈ ലോകത്തിലുള്ള മനുഷ്യരോടല്ല ശരിക്കും പോരാട്ടമുള്ളത്. നമ്മൾ ഈ ജഡരക്തങ്ങളോടെ അല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടുമല്ല, എന്നാൽ സാത്താനോട് മാത്രമാണ് നമുക്ക്
പോരാട്ടമുള്ളത്. ആ സാത്താനോട് നാം പോരാടി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് ദിനംതോറും നമ്മുടെ ഭാരങ്ങൾ ദൈവത്തിലേക്ക് ഇട്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അതിനായി ദൈവം നമ്മൾ ഓരോരുത്തരെയും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളത് വാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗ്ഗസ്ഥ പിതാവേ, കർത്താവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. അവിടെ സന്നിധിയിലേക്ക് അടിയങ്ങൾ കടന്നു വരുന്നു. അവിടെ നിങ്ങളുടെ ഇതുവരെയും കൂടെ ഇരുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ യാത്രയിൽ അവിടെ നിന്ന് കൂടെ ഇരുന്നതിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ ദിനംതോറുമുള്ള ആവശ്യങ്ങൾ അവിടെ നിന്ന് കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം. പ്രത്യേകിച്ച് ഞങ്ങൾ പാഠം പഠിക്കുമ്പോൾ അവിടുത്തെ കൃപയും സാന്നിധ്യം കൂടെ ഇരിക്കണമേ. ഞങ്ങൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ അനേകമായ പോരാട്ടങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകേണ്ടിയിരിക്കുന്നു കർത്താവെ. എന്നാൽ അതിലൊന്നും താളടിയായി പോകാതെ അതിൽ വിജയം വരിക്കുവാൻ ഞങ്ങളെ അവിടെ നിന്ന് ഇടയാക്കണമേ എന്ന് യാചിക്കുന്നു. അതിനുള്ള ശക്തിയും ജ്ഞാനവും എല്ലാം ഞങ്ങൾക്ക് തരുമാറാകണമേ എന്ന് യാചിക്കുന്നു. ഒരിക്കലും സാത്താൻ്റെ വഞ്ചനയിൽ പെട്ടുപോകാതെ കർത്താവെ, ദൈവത്തിൻ്റെ കൽപ്പനകൾ മാത്രം ആശ്രയിച്ചുകൊണ്ട് വിജയം വരുത്താൻ ഞങ്ങളെ അവിടെ നിന്ന് ഇടയാക്കണം. ചോദിച്ചൊരു നന്മകളെ കൊണ്ട് നിറയ്ക്കണം. രക്ഷ പ്രാർത്ഥനയ്ക്കുള്ളുമാറാണ് സ്വർഗ്ഗസ്ഥ പിതാവേ. ആമേൻ.